ഇവരൊക്കെ എങ്ങനെയാണ് ടെക് കണ്ടന്റ്സ് യൂട്യൂബിലോട്ട് ഇറക്കുന്നത്? പലരും ഫേസ് ക്യാം പോലും ഉപയോഗിക്കാതെ യൂട്യൂബിൽ നല്ല റവന്യൂ വാങ്ങുന്ന ഗെയിം സ്ട്രീമേഴ്സും ഉണ്ട്. പിന്നെ ട്രോൾസും വീഡിയോസൊക്കെ ഇറക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അവരെ സ്ക്രീനിലുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്? അതും ലാഗ് ഇല്ലാതെ. പിന്നെ ഈ റെക്കോർഡ് ചെയ്യുന്ന PCs ഒക്കെ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെയൊക്കെ PC ആണോ? അതോ വളരെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള 10,000 രൂപയ്ക്കുള്ള PCയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഗൈസ്, 10,000-15,000 രൂപ മുടക്കിയുള്ള PCയിലും ഇതുപോലത്തെ റെക്കോർഡിങ് ചെയ്യാം വിത്തൗട്ട് എനി ലാഗ്. ഇതെങ്ങനെയാണ് എന്നുള്ളതും, ഇതിന് 1 രൂപ പോലും നിങ്ങൾ ക്യാഷ് ആയിട്ട് മുടക്കേണ്ട ആവശ്യമില്ല. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും ഈ ഒരു യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ് തന്നെ നല്ല രീതിയിൽ കണ്ടന്റ്സ് ഇറക്കി യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റും. സോ അതിലോട്ട് നമുക്ക് കിടക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബേഴ്സിനെ പറ്റി പറയുമ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അക്ഷയ് വ്ളോഗർ ഉണ്ട്. അതേപോലെ, കാരണം പുള്ളിക്കാരൻ ഇറക്കുന്നത് റിയാക്ഷൻ വീഡിയോസ് ആണ്. ഇപ്പോൾ പുള്ളിയുടെ കണ്ടന്റ്സ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളിയുടെ ഫേസ് ക്യാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പബ്ജിയിലും ഫ്രീ ഫയറിലും കളിക്കുന്ന ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാർ ഫേസ് ക്യാം പോലും ഇല്ലാതെ സ്ക്രീൻ റെക്കോർഡ് മാത്രം ഉപയോഗിച്ച് കളിക്കുന്നവരുണ്ട്. ഇമുലേറ്റേഴ്സ് വെച്ച് കളിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാവർക്കും പ്രേക്ഷകരുണ്ട്, സബ്സ്ക്രൈബേഴ്സും കൂടുതലാണ്. അതുകൂടാതെ തന്നെ കഷ്ടപ്പെട്ട് കണ്ടന്റ് ഇറക്കി നമ്മൾ വലിയ ക്യാമറ എക്യുപ്മെന്റ്സും വാങ്ങിച്ച് കുറേ ലൈറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്ത് വലിയ മൈക്കും 2, 3, 4 ലക്ഷം രൂപയുടെ PC ഒക്കെ വാങ്ങിച്ച ആൾക്കാരെ കാട്ടിലും കൂടുതൽ വ്യൂസ് വളരെ കുറഞ്ഞ ഡിവൈസിൽ കണ്ടന്റ് ഇറക്കുന്ന ആൾക്കാർക്കുണ്ട്. അതിലൊരു വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു നെയിമാണ് ഹിപ്സ്റ്റർ ഗെയിമിംഗ്. ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പുള്ളിക്കാരനാണ്. പുള്ളിയുടെ കണ്ടന്റ്സിനാണ് അവിടെ പ്രാധാന്യം. പുള്ളി ഫേസ് ക്യാം അല്ല ഉപയോഗിക്കുന്നത്. പുള്ളി ജസ്റ്റ് ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതും വളരെ ചെലവ് കുറഞ്ഞ ചെറിയൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ളൊരു ഡിവൈസിലാണ് പുള്ളി ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഈ 15,000 രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന PCയിലും ഇതുപോലെ കണ്ടന്റ്സും ഗെയിം കളിച്ച് നമുക്ക് സ്ട്രീം ചെയ്യാനായിട്ടല്ലാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. സ്ട്രീമിങ്ങിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. സോ ഗൈസ്, ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ADOBE എന്ന് പറയുന്ന കമ്പനിയുടെ iFun സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്പാണിത്. ഇത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇത് വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഒരു ചിലവ് പോലും നിങ്ങൾക്കില്ലാതെ ലാഗ് ഫ്രീ ആയിട്ട് HD കണ്ടന്റ്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഡിവൈസസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. ആദ്യത്തെ മെയിൻ സംഭവം, നമുക്കൊരു PC വേണമെന്നുള്ളതാണ്. ഒരു 10,000-ഓ 15,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള PCs കിട്ടും. നിങ്ങൾക്കറിയാം, ആ ഒരു നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാം, 10,000 റുപ്പീസിനും 15,000 PC ബിൽഡ് ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ലാത്തവർക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. അപ്പോൾ അങ്ങനത്തെ PCയിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ ആയിട്ടുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിക്കാം. ഈ ഒരു ആപ്പിന് അതിൻ്റെതായ കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണെന്ന് പറയട്ടെ. ആദ്യം തന്നെ ഫ്ലെക്സിബിൾ സ്ക്രീൻ ക്യാപ്ചർ. ഈ ഫ്ലെക്സിബിൾ സ്ക്രീൻ ക്യാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ, അതായത് മോണിറ്ററിൻ്റെ മൾട്ടിപ്പിൾ ഡിസ്പ്ലേ ഉള്ളവർക്ക്, അതായത് ഒരെണ്ണത്തിൽ കമൻസ് വായിക്കാനും ഒരെണ്ണത്തിൽ നമുക്ക് ലെയേഴ്സ് ഫുള്ളായിട്ട് നമുക്ക് കാണാനും ഗെയിം കളിക്കാനും, ചിലർ 3-4 മോണിറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ 3-4 മോണിറ്റേഴ്സ് അറ്റ് എ ടൈം നിങ്ങൾക്ക് സ്ക്രീൻ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ആ ഏരിയ മാത്രം സ്ക്രീൻ ഇത് ചെയ്ത് ഡയമെൻഷൻ കൊടുത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ആ ഒരു ഏരിയ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഡിസ്പ്ലേയും ഇതിൽ സപ്പോർട്ടഡ് ആണ്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഗൈസ്, അടുത്തത് സ്ക്രീൻ റെക്കോർഡർ ആപ്പിൽ പൊതുവെ കണ്ടുവരാത്തൊരു സംഭവമാണ് ഫേസ് ക്യാം റെക്കോർഡർ. ഇതിൽ ഈ ഒരു ആപ്പിൽ iFun റെക്കോർഡറിൽ ഈ ഒരു സംഭവം ഇൻക്ലൂഡഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഫേസ് ക്യാമും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വരും. ചുരുക്കം പറഞ്ഞാൽ അക്ഷയ് വ്ളോഗർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു വളരെ കുറഞ്ഞൊരു വെബ് ക്യാമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഗെയിംസ് സ്ട്രീം ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് സൈഡിലൊരു വെബ് ക്യാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു സ്ട്രീമിംഗ് ആപ്പ് അല്ല, ഇതൊരു റെക്കോർഡർ ആണ്. ഈ റെക്കോർഡറിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഫേസ് ക്യാം റെക്കോർഡർ. ഫേസ് ക്യാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലൂസ്ലെസ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇത് ഇറക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നോ ലാഗിംഗ് വൈൽ HD റെക്കോർഡിംഗ്. അതായത് HD റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഫുൾ HD വീഡിയോസ് കണ്ടന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന PCയിൽ, ഇപ്പം 10,000-15,000 രൂപയുടെ PC ആണെങ്കിലും ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു ആപ്പിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് 8% CPU യൂട്ടിലൈസേഷൻ കാണിക്കുന്നുള്ളൂ എന്നൊരു വാസ്തവമാണ്. അതായത് 8% CPU യൂട്ടിലൈസേഷൻ എടുത്തുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക്കും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് iFunന്റെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ. ഈ ഒരു റെക്കോർഡർ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് വീഡിയോസ് വളരെ ലൂസ്ലെസ് ആയിട്ട് ക്വാളിറ്റി ഒരു രീതിയിലും കുറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാം.
ഗൈസ് ഇനി പലർക്കും ചോദിക്കുന്ന ഒരു വളരെ ചോദ്യചിഹ്നമാണ് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ട്സ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അത് മാത്രം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വൈൽ റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സും കൺവേർഷൻ ഫോർമാറ്റ് ഇഷ്ടം പോലെ ഒരു 3, 4, 5 ഫോർമാറ്റിലും നമുക്ക് കൺവേർഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫോർമാറ്റും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളുടെ ഡിവൈസിന് ഫാസ്റ്റായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിലോട്ടും ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, ഒരു വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഐഫോൺ റെക്കോർഡർ. നിങ്ങൾക്ക് വളരെ കുറച്ചുള്ള ഇൻസ്ട്രക്ഷൻസിൽ മാത്രം വെച്ച് നിങ്ങൾക്ക് ഈ ഒരു റെക്കോർഡർ ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ ഇപ്പം പറയുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ റെക്കോർഡർ വെച്ച് നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഈ ഇതിൽ യൂട്യൂബിൽ കണ്ടന്റ്സ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറുക. ക്രോമോ നിങ്ങൾക്ക് ഏത് ബ്രൗസറാണ് ഉള്ളത് അത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡുവൽ മോണിറ്റർ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് ഐഫോൺ സ്ക്രീൻ റെക്കോർഡർ ഞാൻ ഇവിടെ ആൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം റെക്കോർഡ് ചെയ്യുന്നതും ഐഫോൺ സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി നിങ്ങൾ. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാം, ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഈ ഫ്രീ ഡൗൺലോഡ് എടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. അപ്പോൾ ഇതിൽ നമുക്ക് പ്രീമിയം അപ്ഗ്രേഡ് ഉണ്ട്, നോർമൽ ഡൗൺലോഡ് ഉണ്ട്. പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അതിൽ 2-3 കാര്യങ്ങൾ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. അല്ലാതെ ബാക്കി എല്ലാത്തിനും ഇത് വിൻഡോസ് 10ഉം വിൻഡോസ് 8ഉം വിൻഡോസ് 7ഒക്കെ ഇത് ചെയ്യാൻ പറ്റും, കോമ്പാക്റ്റബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ്, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ ഐഫോൺ സ്ക്രീൻ റെക്കോർഡർ എന്നും പറഞ്ഞത് ഇതാണ് നമ്മുടെ ആപ്പ്. ഈ ആപ്പായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ഈ ഒരു ആപ്പ് ഓൺ ആക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം. ഓക്കെ, അതിന് സ്ക്രീൻ മോണിറ്റർ 1 ആണ് ഞാൻ കൊടുക്കുന്നത്. ഇനി സ്പീക്കർ, അതായത് ഈ സിസ്റ്റത്തിലെ ഓഡിയോ, അതായത് ഇൻബിൽഡ് ആയിട്ട് നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിൻ്റെ ഓഡിയോ ഒക്കെ വരണമെങ്കിൽ സ്പീക്കർ എനേബിൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ മൈക്കാണ്, നമ്മൾ വോയിസ് ഓവറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്കായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ മൈക്ക് ഓൺ ആക്കിയിടുക. അടുത്തത് മൗസ് ആണ്. മൗസിൻ്റെ നിങ്ങൾക്ക് ഈ പോയിന്റർ കാണണ്ട എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡിൽ വരത്തില്ല. അപ്പം ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ മൗസും കൂടെ കാണിക്കും. ഇപ്പോൾ എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വെബ് ക്യാം ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെബ് ക്യാം നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി റെക്കോർഡിംഗ് സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ സേവ് ചെയ്യുന്നു കാണാം. ഇതിപ്പോൾ ഫുൾ HD തൊട്ട് 4K വരെ ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഫയൽ വീഡിയോ സൈസിനുണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 70p-നെക്കാളും തുറന്ന് 480p ആണ്. HD ആണെങ്കിൽ 70p വരുന്നുണ്ട്. ഫുൾ HD 1080p, അതേപോലെ 2K 4K വരുന്നുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉണ്ട്, ഒറിജിനൽ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് 60 FPS കൊടുക്കാം. അതേപോലെ തന്നെ 12 നിങ്ങളുടെ ഇതിൽ ക്യാം സപ്പോർട്ട് ചെയ്യുന്നത്, വെബ് ക്യാം സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും നിങ്ങൾക്ക് ഫ്രെയിംസിൽ കൊടുക്കാൻ പറ്റും. ഓഡിയോ ക്വാളിറ്റി ഞാൻ MP3 ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോർമാറ്റിൽ കാണാൻ പറ്റും. ഫ്രെയിം റേറ്റും ഇതുപോലെ തന്നെ ഞാൻ 256 kb/s കൊടുത്തിരിക്കുന്നത്. വാട്ടർമാർക്കിന്റെ കാര്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ട് പ്രോ സീരീസിനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടേതായ പേരുകൾ, ഇപ്പോൾ GeekBoZ ആണെങ്കിൽ GeekBoZ എന്ന് എഴുതി കാണിക്കാം. വേറെ ഏതെങ്കിലും ചാനൽ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ എഴുതി കാണിക്കാനായിട്ട് വാട്ടർമാർക്ക് ഓപ്ഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രോ സീരീസിൽ എനേബിൾ ആവുള്ളൂ. പിന്നെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കും. പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാനും പറ്റും. ഐഫോൺ സ്ക്രീൻ റെക്കോർഡർ റെക്കോർഡ് ചെയ്യാനായിട്ട് എൻ്റെ ഇപ്പോൾ സിസ്റ്റം NVIDIA കാർഡുണ്ട്. NVIDIA കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് NVIDIA GeForceൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണ്. GeForceൻ്റെ സ്ക്രീൻ റെക്കോർഡ് അതാണ്. പക്ഷേ അത് ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർക്ക് മാത്രമേ അത് ഇനേബിൾ ആവുള്ളൂ. അതൊരു വലിയൊരു നമുക്ക് കാർഡ് ഇല്ലാതെ 10,000-15,000 രൂപ ബഡ്ജറ്റിനകത്തുള്ളവർക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. NVIDIA അടുത്ത് ഉപയോഗിക്കണമെങ്കിൽ കാർഡും കാര്യങ്ങളൊക്കെ വേണം. ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ആപ്പ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു ഏതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അഡോബ് പ്രീമിയറും ഫിലിമോറ, അങ്ങനെ ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർ. ഫിലിമോറയും അഡോബ് പ്രീമിയറൊക്കെ നിങ്ങൾക്ക് അഡോബ് പ്രീമിയർ കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വരും അപ്ഡേറ്റിന് വേണ്ടി. ഫിലിമോറ പോലത്തെ ഫ്രീ വെയർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം ഇതിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക്
വാട്ടർമാർക്ക് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതായത് പൊതുവേ നിങ്ങൾ ഏത് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വാട്ടർമാർക്ക് സൈഡിൽ മെയ്ഡ് ബൈ കൈൻ മാസ്റ്റർ, മെയ്ഡ് ബൈ ഫിൽമോറ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വാട്ടർമാർക്കും ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഐഫോൺ സ്ക്രീൻ റെക്കോർഡർ പ്രോ സീരീസിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ GeekBoZ TV എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ വേറെ ആര് ഈ കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ കോപ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ വാട്ടർമാർക്ക് ഉണ്ടാവും. അത് നമുക്ക് ഭയങ്കര ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്ത് തരാനും അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ അവിടെ മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേരുകൾ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു വാട്ടർമാർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഫെസിലിറ്റി നിങ്ങൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സിനെ പറ്റി പറയാം. ആദ്യം തന്നെ പറ്റുവാണെങ്കിൽ ഒരു ഡീസെന്റ് ഇനഫ് ആയിട്ടുള്ള ഒരു മൈക്ക്, നിങ്ങൾക്ക് വലിയ ചിലവൊന്നും വേണ്ട. ബോയ M1 എന്ന് പറയുന്ന ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു വളരെ കുറഞ്ഞ ചെറിയൊരു മൈക്കാണ്. ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ ക്ലോസ് റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മൈക്കാണത്. 999, അതായത് 999 ആണ് അതിൻ്റെ പ്രൈസ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അന്ന് ആ ഒരു പ്രൈസിന് എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രൈസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണാണ്, നമ്മുടെ തന്നെ ഫോണിൽ ഉള്ള റെക്കോർഡിംഗ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ സ്ക്രീൻ റെക്കോർഡിന് വേണ്ടി ഇത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയതുകൊണ്ട് ഐഫോൺ റെക്കോർഡർ തന്നെയാണ് ഇത്രയും കാലം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, വളരെ ലാഗ് ഫ്രീ ആയിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് സ്ക്രീൻ റെക്കോർഡായിട്ട്. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇതിന് വേണ്ടി, അതായത് അവർ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റ് വേണ്ടി മാത്രമാണ്. ഇന്ന് വരെ ഫേസ് ക്യാം കാണിക്കാതെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ടാണ്. വോയിസ് ഓവർ എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾക്ക് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ. അതുകൂടാതെ നിങ്ങൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ മോഡുലേഷൻ ഒന്ന് മാറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വോയിസ് ഓവർ പറയുന്ന ബോട്ടുകൾ, ഓട്ടോ ബോട്ട്സുകൾ ഇപ്പം മാർക്കറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സോഫ്റ്റ്വെയർസും ആപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓൺലൈൻ മാർക്കറ്റ് വളരെ വലുതാണ്, വളരെ എക്സ്പ്ലോർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. യൂട്യൂബേഴ്സായിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട്, യൂട്യൂബേഴ്സ് എസ്പെഷ്യലി കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു 10-15,000 രൂപയുള്ള PC ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ആ കണ്ടന്റിൻ്റെ ക്വാളിറ്റി കാണാനായിട്ട് നിങ്ങൾക്ക് 2-3 ചാനൽസ് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാനായിട്ട്, എങ്ങനെയാണ് PC ഇല്ലെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിൻ്റെ 2-3 യൂട്യൂബ് ചാനൽ ലിങ്കുകളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട് ടു. അപ്പോൾ ഇതേപോലത്തെ ചാനലുകൾ കണ്ടന്റ് വരുന്നവർക്ക് നല്ല റവന്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അത് മലയാളത്തിൽ തന്നെ വേണമെന്നില്ല, ഇപ്പോൾ ഇംഗ്ലീഷിലായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുക. ഇപ്പോൾ ഈ റെക്കോർഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കോൺഫറൻസ് കോൾസ്, അതേപോലെ തന്നെ ട്യൂട്ടോറിയൽസ്, വീഡിയോ ട്യൂട്ടോറിയൽസ്, അതൊക്കെ കൂടുതൽ ആൾക്കാരും കൂടുതൽ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഹൗ ടു എന്താ പറയുക, ഇൻസ്റ്റാൾ ഈ സോഫ്റ്റ്വെയർ, ദിസ് സോഫ്റ്റ്വെയർ ഇൻ ദിസ് PC, ഹൗ ടു ഡൗൺലോഡ് ADOBE പ്രീമിയർ ഫോർ ഫ്രീ എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്ന കുറേ ക്യാപ്ഷൻ ഉണ്ട്. ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പണ്ട് തൊട്ടേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ പോകുമ്പോൾ യൂട്യൂബിലായിരിക്കും കയറുക, യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് ചെയ്യുക. അതും ഫേസ് ക്യാം പോലും വേണ്ട കേട്ടോ. ഫേസ് ക്യാം വെക്കാൻ പറ്റുന്നവർ വലിയ കാര്യം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ പ്രൊവൈഡ് ചെയ്യുക. നല്ല രീതിയിൽ കണ്ടന്റ് ഇതേപോലത്തെ റെക്കോർഡിങ് കറക്റ്റായിട്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഭാവിയിൽ വളർന്നു വരാൻ പറ്റും. ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യമാണ്. അത് യൂട്യൂബ് എന്നുള്ളത് ഇന്ന് കുറേ ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയൊന്നും ആരും വരരുത്. ഞാൻ പറഞ്ഞു തരുന്നത് വളരെ ചെറിയ റേറ്റുകളായാലും എമൗണ്ടുകളായാലും അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റില്ല, 10-15,000 രൂപയുള്ള PCയിൽ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു എന്താ പറയുക മോട്ടിവേഷൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സോഫ്റ്റ്വെയർ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. ആൻഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതിലും ഞാൻ ഡൗൺലോഡ് ലിങ്കും, അതായത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.